സൂപ്പർ ബ്രെഡ് റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ബ്രെഡിൻ്റെ അരികെല്ലാം കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യത്തിനായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്താണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. ഇത് ചിക്കൻ, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. സവാളയിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അല്പം കുരുമുളക് പൊടിയും അല്പം ഗരം മസാല കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായി ആവശ്യത്തിന് മൈദയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പാലും ചേർത്ത് നന്നായി കട്ടയില്ലാതെ ബാറ്ററാക്കി എടുക്കണം. നന്നായി ഉടച്ച് കട്ടയില്ലാതെ അല്പം കട്ടിലേക്ക് കാണുന്ന പോലെ ആണ് ബാറ്ററിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കൊരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് ബ്രെഡ് ഓരോന്നായി എടുത്ത് പിഴിഞ്ഞ് അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്ത് അതിനെ ഒരു ഷേപ്പാക്കി എടുക്കുകയാണ് ഇനി വേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഷേപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് വെള്ളം നനഞ്ഞത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രെഡിനെ ഷേപ്പാക്കി എടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഷേപ്പാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് റോളിനെ മൈദയുടെ ബാറ്ററിലിട്ട് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലറ്റിനെല്ലാം ചെയ്യുന്ന അതേ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഒരേ രീതിയിൽ എല്ലാ ഭാഗത്തും ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ടേസ്റ്റിയായ ബ്രെഡ് റോൾ റെഡി.